അപ്പം ഗായ്സ് ഇന്ന് ഞാൻ ഒരു സിനിമ കാണാൻ പോയി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു സിനിമ കാണാൻ പോകുന്നത്. സാധാരണ ഞാൻ പോകുന്നത് എൻ്റെ ചേച്ചിയുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കസിൻസിൻ്റെ കൂടെ ആരുടെയെങ്കിലും കൂടെ ആയിരിക്കും. പക്ഷേ ഇന്ന് ഒരാൾ ഫ്രീ അല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ എന്താ നമുക്ക് ഒറ്റയ്ക്ക് പോവാം. ഇപ്പം ജോലിയൊക്കെ ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കുട്ടിയല്ലേ, അപ്പം നമുക്ക് ഒറ്റയ്ക്ക് പോയി ഈ സിനിമയൊക്കെ കാണാം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അമ്മയുടെ പെർമിഷനും വാങ്ങിച്ചത് ആ സിനിമ കാണാൻ പോയി. വേറെ ഒന്നുമല്ല, വാഴ 2 കാണാനാണ് പോയത്. അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു പോയി കാണാം. പിന്നെ എനിക്ക് പറ്റത്തില്ല, കാരണം ഞാൻ രാത്രിയാണ് വരുന്നത്. അങ്ങനെ അതാ സിനിമ കാണാൻ പോയി. ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പോകുന്നത്. പിന്നെ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ സീറ്റ് കിട്ടുമെന്നാണ്. കാരണം ഞാൻ ഓൺലൈൻ നോക്കിയപ്പം ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്തോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. അത് ഫ്രണ്ടിലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കാണാനൊക്കെ പറ്റി. അങ്ങനെ പിന്നെ ഇൻ്റർവെല്ലായി. എന്താണോ ഈ സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മുടി എൻ്റെ കയ്യിൽ നിൽക്കില്ല, ഭയങ്കര അലിമ്പാണ് എൻ്റെ മുടി. അത് കഴിഞ്ഞപ്പം എല്ലാവരും ഫുഡൊക്കെ മേടിക്കാൻ പോയി. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ തന്നെ. ടിക്കറ്റ് എടുത്തത് തന്നെ പൈസ കൂട്ടി വെച്ചാണ്. അങ്ങനെ നമ്മുടെ അടുത്ത ഇടവേള കഴിഞ്ഞിട്ട് അടുത്ത സംഭവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കുറേ നേരം ഇരുന്ന് ഞാൻ കരഞ്ഞു, ചിരിച്ചു, ഭയങ്കര ഇമോഷണലായി. ഒരു കിടിലൻ മൂവി, അതിൽ കുറ്റം പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല ഗായ്സ്. അങ്ങനെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചേച്ചിയെ വിളിക്കാമെന്ന്. കാരണം അങ്ങ് വിളിക്കാൻ തോന്നി, പക്ഷെ വിളിച്ചില്ല. പിന്നെ ഇറങ്ങിയപ്പോൾ ഭയങ്കര തിരക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം, എന്തിനാ ഇവരുടെ അടുത്ത് അടിയൊക്കെ കൂടി നിൽക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് നടക്കണം എൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന അടുത്ത് പോവാനായിട്ട്. അങ്ങനെ പിന്നെ എൻ്റെ സുന്ദരി വണ്ടിയെ കണ്ടു. പിന്നെ ഹെഡ്ഫോൺ വയ്ക്കണം, കാരണം ഹെഡ്ഫോൺ വെച്ചാലേ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കിടിലം പാട്ടൊക്കെ കേട്ട് നമ്മൾ വീടെത്തിയപ്പം എൻ്റെ കുട്ടി അവിടെ നിൽക്കുവാണ്. ചാർലി എന്നെ വെൽക്കം ചെയ്യാനായിട്ട്. അവൻ ഞാൻ എവിടെ പോയാലും വരും എന്നെ പറയാം. പിന്നെ എൻ്റെ മമ്മിജി നിൽക്കുകയാണ്. എൻ്റെ മമ്മിജി എന്നെ കാത്ത് നിൽക്കുകയാണ്. പിന്നെ വീട്ടിലെത്തിയാൽ വേറെ ഒന്നുമില്ല, കുറച്ച് വീഡിയോസ് എടുക്കുക, ദെൻ പോയി കിടന്നു.